ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ആത്മീയതയുടെ 227 സെഷനാണല്ലോ ഇത്. ഈ സെഷനിൽ നമ്മൾ 7ാം സദനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 7ാം സദനത്തെക്കുറിച്ചുള്ള 1ാമത്തെ വിചിന്തനമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4 അധ്യായങ്ങളാണ് മദ്രേസ്യ 7ാം സദനം വിശദീകരിക്കുവാനായിട്ട് വിനിയോഗിക്കുന്നത്. 1ാമത്തെ അധ്യായം ആത്മീയ വിവാഹത്തിലേക്കുള്ള പ്രവേശം എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2ാമത്തെ അധ്യായം ആത്മീയ വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട്. 3ാമത്തെ അധ്യായം ആത്മീയ വിവാഹത്തിന്റെ ഫലങ്ങൾ. പിന്നെ 4ാമത്തെ അധ്യായം മർത്തായും മറിയവും ഒരുമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു വളരെ പ്രായോഗികമായ നിർദ്ദേശവുമാണ്. ആത്മീയ വിവാഹത്തിലേക്കുള്ള പ്രവേശം. നമ്മൾ വിവാഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, കല്യാണം കഴിച്ച് ചെറുക്കൻ്റെ വീട്ടിലേക്ക് അല്ലെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പങ്കാളിയെ കൂട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിനെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്ന് വിചാരിക്കുക. ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്ന് കയറി ആ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു. അതും പിന്നീട് അവരൊരുമിച്ച് ആയിരിക്കുന്ന മണവറയിൽ അത് തമ്മിൽ അല്പം വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ 7ാം സദനത്തിൽ ദൈവവുമായുള്ള ആത്മീയ വിവാഹത്തിൻ്റെ അനുഭവമാണെങ്കിലും 1ാമത്തെ അധ്യായം അതിലേക്കുള്ള ഭവനത്തിലേക്കുള്ള പ്രവേശമാണ്. 2ാമത്തെ അധ്യായത്തിലാണ് ആത്മീയ വിവാഹത്തിന്റെ അനുഭവം. മണവാളും മണവാട്ടിയും മണവറയിൽ ഒരുമിച്ച് ആയിരിക്കും, തനിച്ചായിരിക്കുന്ന അനുഭവം പോലെ. പിന്നെ 3ാമത്തെ അധ്യായം സൂചിപ്പിച്ച പോലെ തന്നെ ഫലങ്ങളെക്കുറിച്ച് മദ്രസ വിശദീകരിക്കുന്നു. അതിനുശേഷം 4ാമത്തെ അധ്യായത്തിൽ ഒരു പ്രായോഗിക നിർദ്ദേശങ്ങളുടെ മേഖല സൂചിപ്പിച്ചു കഴിഞ്ഞു. മർത്തായും മറിയവും ഒന്നിക്കണം. മറിയം ഈശ്വര പാദങ്ങളിലിരുന്നു എല്ലാം മറന്ന് നല്ല ഭാഗം തെരഞ്ഞെടുത്ത് അനുഭവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ മർത്ത പല പല കാര്യങ്ങളിൽ വ്യഗ്രതയായിട്ട് മുഴുകി ഓടി നടക്കുകയായിരുന്നു. ഈ 2 അവസ്ഥയും നമ്മൾ ഭൂമിയിലായിരിക്കത്തോളം കാലം നമുക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ് വളരെ പ്രായോഗികമായ നിർദ്ദേശത്തോടെ മദ്രസ അവസാനിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1ാമത്തെ ഖണ്ഡിക. സഹോദരിമാരെ, ഈ ആധ്യാത്മിക മാർഗത്തെക്കുറിച്ച് വളരെയധികം പ്രതിപാദിച്ച് കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനി ഒന്നും ശേഷിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒത്തിരി പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് കഴിഞ്ഞ സദനത്തില് 11 അധ്യായങ്ങളിൽ 84 പേജുകളിലൂടെ അമൃതത്തെ വിശദമായിട്ട് പല കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇനിയിപ്പോൾ അതുകൂടെ എന്താ പറയാനുള്ളത് തോന്നിയേക്കാം. പക്ഷേ അമൃത പറയുകയാണ്, ദൈവത്തിന്റെ മാഹാത്മ്യം അപരിതമാണല്ലോ. ദൈവത്തിന്റെ മഹത്വം, നന്മ, അതേക്കുറിച്ച് എത്ര പറഞ്ഞാലും അത് ഒരു തരത്തിലും പറഞ്ഞു തീർക്കാനായിട്ട് പറ്റുന്നതല്ല. അപരിമിതമായ മാഹാത്മ്യ ദൈവത്തിനുള്ളത്. ഇവിടെ ഈ പറഞ്ഞതൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല. അവിടുത്തെ സർഗശക്തിയും അങ്ങനെ തന്നെ. അവിടുത്തെ കാരുണ്യത്തെയും മഹത്വത്തെയും സമഗ്രമായി പ്രകീർത്തിക്കുവാൻ ആർക്ക് കഴിയും? 43ാം അധ്യായം പ്രഭാഷകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ആർക്ക് ദൈവത്തെ വേണ്ട വിധം പുകഴ്ത്തുവാൻ കഴിയും? ആർക്ക് അവിടുത്തെ വേണ്ട സ്തുതിക്കാൻ കഴിയും? ദൈവത്തെക്കുറിച്ച് എന്തുമാത്രം പറഞ്ഞാലും ഒന്നും ആവുകയില്ല എന്ന് മദ്രസ പറയുകയാണ്. അവിടുത്തെ കാരുണ്യത്തെയും മഹത്വത്തെയും സമഗ്രമായി പ്രകീർത്തിക്കാൻ ആർക്ക് കഴിയും? ഒരുവന് സാധിക്കുകയില്ല. ആകയാൽ ഞാൻ ഇതുവരെ പ്രതിപാദിച്ചവയെയും ഇപ്പോൾ വിവരിക്കുന്നവയെ പറ്റി നിങ്ങൾ വിസ്മയിക്കേണ്ടതില്ല. ഇതുവരെ പറഞ്ഞത് അധികമായി പോയെന്നോ ഇനി പറയാൻ പോകുന്നത് എവിടെയാ ഒന്നും വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ ആ ദൈവത്തെക്കുറിച്ച് ഉദ്ഘോഷിക്കേണ്ടതായി ശേഷിക്കുന്നതിൻ്റെ തുലവും നിസ്സാരമായ ഒരംശം മാത്രമേ ആകുന്നുള്ളൂ. ഇതുമാത്രം പറഞ്ഞാൽ കുറച്ചേ ആകുന്നുള്ളൂ. ഏതാദൃശ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കത്തക്ക വണ്ണം അവ നമുക്ക് വെളിപ്പെടുത്തുന്നതിൽ അവിടുന്ന് പ്രദർശിപ്പിക്കുന്ന കാരുണ്യം നിസ്സീമമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കുറെയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവം അത് വെളിപ്പെടുത്തി തരുന്നത് കൊണ്ടാണ്. അത് അവിടുത്തെ കാരുണ്യം കൊണ്ടാണ്, നിശ്ചയമായ കാരുണ്യം. അതുകൊണ്ട് അവിടുത്തെ കുറച്ച് കാര്യം വെളിപ്പെടുത്തും, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. അതിനകത്ത് കുറച്ച് നമ്മൾ പങ്കുവെക്കുന്നുള്ളൂ. അവിടുത്തെ കാരുണ്യം നിശ്ചയമാണ്. സൃഷ്ടികളുമായിട്ട് തൻ്റെ സംസർഗത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് അവിടുത്തെ ഉപരി മഹത്വപ്പെടുത്തുന്നതിന് പ്രേരകമാണല്ലോ. ദൈവം എങ്ങനെയാണ് സൃഷ്ടികൾ മനുഷ്യരോട് ഇടപെടുന്നത് എന്ന് ഈ ഒരു വിവരണങ്ങളിലൂടെ അമദ്രസ പങ്കുവെച്ച് വരികയാണ്. അത് അറിയും തോറും നമ്മൾ ദൈവത്തെ കൂടുതൽ മഹത്വപ്പെടുത്താനായിട്ടത് പ്രേരകമായിട്ട് നമുക്ക് ഭവിക്കും. എത്രയും ദൈവം കാണിക്കുന്ന എത്രയധികമായ സ്നേഹം, നന്മ, അതെല്ലാം അറിയും തോറും നമുക്ക് അവിടുത്തെ മഹത്വം കൊടുക്കാനുള്ള പ്രേരണയുണ്ടാകും. കർത്താവിന് അത്യധികം പ്രീതിയുള്ള ആത്മാക്കളെ അവഗണിക്കാതിരിക്കാൻ നമുക്ക് പ്രത്യേക കരുതലുണ്ടായിരിക്കുകയും വേണം. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ദൈവം നടത്തുന്ന ആത്മാക്കളുണ്ടല്ലോ, അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയോ കേൾക്കുകയോ നിരീക്ഷിക്കുകയോ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ അവരെ, ആ ആത്മാക്കളെ, ആ വ്യക്തികളെ അവഗണിക്കാനോ നിന്ദിക്കാനോ ഒന്നും ഇടവരരുത്.
ഈ ചെറിയവരിൽ ആരെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് ഈശോ പറയുമ്പോൾ മത്തായി 10 വായിക്കുന്നുണ്ടല്ലോ. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ഇതുപോലെയുള്ള വെളിപ്പെടുത്തൽ ദൈവം സ്വയം കൊടുക്കാൻ തയ്യാറാകുന്ന ആത്മാക്കളെ അവഗണിക്കുകയും നിന്ദിക്കുകയും എത്രയോ അധികമായിട്ട് ദൈവത്തെ വേദനിപ്പിക്കുന്നതാണ്. നമുക്ക് ഓരോരുത്തർക്കും ആത്മാവ് ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഛായ നിർമ്മിതമായ സൃഷ്ടി എന്നവണ്ണം നമ്മുടെ ആത്മാക്കളെ യഥാർഹം വിലമതിക്കായികയാൽ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന മഹാരഹസ്യങ്ങൾ നാം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു കാര്യം മനസ്സിലൂടെ പറയുകയാണ് അതേ കണികൾ തന്നെ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ആത്മാവ്. ദൈവത്തിൻ്റെ ഛായ നിർമ്മിതമായ സൃഷ്ടിയാണ്. എങ്കിലും നമ്മുടെ ആത്മാക്കളെ യഥാർഹം വിലമതിക്കായികയാൽ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന മഹാരഹസ്യങ്ങൾ നാം മനസ്സിലാക്കുന്നില്ല. ഒന്നാമത്തെ സദനത്തിലേക്കുള്ള പ്രവേശന അവസരത്തിന് അമദ്രസ്യ പറയുകയുണ്ടായി, നമ്മുടെ ഉള്ളിൽ ആത്മീയ ഹർമ്മ്യമുണ്ട്, ആഭ്യന്തര ഹർമ്മ്യമുണ്ട്, പല സദനങ്ങളുണ്ട്. അതിൻ്റെ മുറ്റത്തും പരിസരത്തും തിണ്ണയിലുമായിട്ട് മാത്രമാണ് അനേകർ കഴിഞ്ഞു കൂടുന്നത്. ആ പുറത്തുള്ള അലച്ചിൽ നിർത്തിയിട്ട് അകത്തേക്കൊന്ന് കയറാനായിട്ട് തയ്യാറാകണം. അങ്ങനെ തൻ്റെ ഉള്ളിലെ യഥാർത്ഥമായ അവസ്ഥ ഉള്ളിൽ വസിക്കുന്ന വ്യക്തി അറിയാതെ ഇരിക്കുന്നത് എത്രയോ വലിയ ഭോഷത്വമാണ് എന്ന് നേരത്തെ ആദ്യം പറഞ്ഞു തന്നെ വെച്ചതാണ്. ഇപ്പോൾ വീണ്ടും പറയുകയാണ്, നമ്മൾ നമ്മുടെ ഉള്ളിലെ ഈ ആഭ്യന്തര ഹർമ്മ്യമായിട്ടുള്ള ആത്മാവിൻ്റെ ദൈവഛായയ്ക്കനുസരിച്ചുള്ള മനോഹാരിതയും മഹത്വവും നമ്മൾ ശരിക്കും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് മഹാരഹസ്യങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അതുകൊണ്ട് നമ്മളതിനെ വിലമതിക്കാത്തത് കൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ തൂലികയെ നയിക്കുവാൻ അവിടെ തിരുമനസ്സാകട്ടെ. ഞാൻ കുറച്ച് ഏതായാലും എഴുതി, ഇനി ബാക്കി എഴുതാം ഈ ആഭ്യന്തര കർമ്മത്തെക്കുറിച്ച്. ഈ സദനത്തിൽ പ്രവേശിപ്പിക്കുന്ന ആത്മാക്കളെ ദൈവം ഗ്രഹിപ്പിക്കുന്ന അനേക സംഗതികൾ വിവരിക്കേണ്ടതുണ്ട്. ഇനി ഒത്തിരി വിവരിക്കാനായിട്ടുണ്ട്. ദൈവം ഈ ആത്മാക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അവയിൽ ചിലതെങ്കിലും പറഞ്ഞു തരുവാൻ സാധിക്കത്തക്ക വണ്ണം എന്നെ ബോധ്യപ്പെടുത്തുവാൻ അവിടെ തുനിയട്ടെ. എനിക്ക് അവിടുന്ന് ബോധ്യം തരട്ടെ. അപ്പോൾ അത് വെച്ച് എനിക്ക് പറയാൻ സാധിക്കുമല്ലോ. ഇതിനു വേണ്ടി അവിടുത്തെ തിരുസന്നിധി ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് മദ്രസ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അജ്ഞാതമായിരിക്കാതെ തൻ്റെ തിരുനാമത്തിൻ്റെ ഉപരി സ്തുതിക്കും മഹിമയ്ക്കും ഉപകരിക്കണമെന്നത്ര എൻ്റെ ആഗ്രഹമെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. അപ്പം മദ്രസ ഇങ്ങനെ എഴുതുന്നത് ഒത്തിരി രോഗാവസ്ഥയും തലവേദനയും എല്ലാം ഉണ്ടായിട്ട് എഴുതുന്നത്, അതിനോട് സമയം കണ്ടെത്തി ത്യാഗപ്പെടുത്തത്, പ്രതികരിക്കുന്നത് ദൈവത്തെ കൂടുതൽ ആൾക്കാർ അറിയണം. അവിടുത്തെ അനുഗ്രഹങ്ങൾ അജ്ഞാതമായിട്ട് തുടരരുത്. അതുവഴി ദൈവത്തെ അറിഞ്ഞിട്ട് അവിടുത്തെ തിരുനാമത്തിൻ്റെ ഉപരി സ്തുതിക്കും മഹിമയ്ക്കും ഉപകരിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിത് എഴുതുകയാണ്. രണ്ടാമത്തെ ഖണ്ഡിക, സഹോദരിമാരെ, എന്നെ പ്രതി അല്ല, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ അനുഗ്രഹം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താൻ എഴുതുന്ന വഴി വായിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹം, നന്മ, അതേക്കുറിച്ചാണ് മദ്രസ ചിന്തിക്കുന്നത്. ദിവ്യ മണവാളൻ നിങ്ങളുടെ ആത്മാക്കളുമായി ആത്മീയ വിവാഹം ആഘോഷിക്കുന്നതിൽ നിങ്ങൾ തന്നെ തടസ്സം വരുത്താതിരിക്കുന്നതിന് എന്തുമാത്രം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് എൻ്റെ വിവരണത്തിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രഹിക്കാം. അപ്പം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ആഗ്രഹക്കുറവില്ല, സഹകരണക്കുറവില്ല, ആരംഭക്കുറവില്ല. അവിടുന്ന് എപ്പോഴും തയ്യാറാണ്, നോക്കി നിൽക്കി കാത്തു നിൽക്കാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഭാഗത്തു നിന്നാണ് വീഴ്ചയും സഹകരണക്കുറവും വരുന്നത്. അങ്ങനെ നമ്മൾ തടസ്സം വരുത്തുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആത്മാക്കളുമായി ഇതുപോലെ ഒരു ആത്മീയ ഐക്യപ്പെടലിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ ദൈവത്തിന് പറ്റാതെ പോകുന്നു. അപ്പം അങ്ങനെ പറ്റാതെ പോകുന്ന ഓരോ വ്യക്തിയുടെ കാര്യത്തിലും നമ്മളാണ് തടസ്സം സൃഷ്ടിക്കുന്നത്. അങ്ങനെ തടസ്സം ഉണ്ടാക്കാതെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് സ്വയം വിട്ടുകൊടുക്കുന്ന അനേക ആത്മാക്കൾ ഉയർന്നു വരണം. അതാണ് മദ്രസ ഈ പുസ്തകം എഴുതുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇത് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ പുസ്തകം ഇങ്ങനെ വിചിന്തനം ചെയ്ത് ഇതിൻ്റെ വഴികളൊന്ന് മനസ്സിലാക്കാനെങ്കിലും ഇപ്പോൾ സാധിക്കുന്നത്. ആത്മീയ വിവാഹം എന്ന വിശേഷ വരത്തെ അനുഗമിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തുമാത്രമെന്ന് ഉപരി വിവരണങ്ങളിൽ നിന്ന് വിശദമാകും. ഈ സദനത്തെക്കുറിച്ചുള്ള 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ആത്മീയ വിവാഹത്തിൻ്റെ അനുഭവത്തിൽ കൂടെ കിട്ടുന്ന അനന്തര ഫലങ്ങൾ ഉപരി അതിൻ്റെ ബാക്കിയായിട്ട് അനുഗമിക്കുന്ന അനുഗ്രഹം എന്തുമാത്രമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മൂർത്തിമത്തായ പ്രതാപമേ, കേവലം നിസ്സാര സൃഷ്ടിയായ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ പോലും അർഹതയില്ലാത്ത വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ തുനിയുമ്പോൾ നടുങ്ങി വിറയ്ക്കേണ്ടതല്ലയോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. ഇടയ്ക്ക് മദ്രസ തന്നെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ്. ഞാൻ ഒന്നുമല്ലാത്ത ഞാൻ ഇത്ര മഹത്താവാനായ ദൈവത്തിൻ്റെ ഈ ഇടപെടലും നന്മയും മഹത്വവും അത് വിവരിക്കാൻ വരുമ്പോഴെന്ന് തന്നെ എത്രയോ
ഭോഷത്വമല്ല, ഞാൻ നടുങ്ങി വിറയ്ക്കേണ്ടതല്ലേ എന്ന് ചിന്തിച്ചു പോകുന്നൊരു വശത്ത്. വാസ്തവത്തിൽ എനിക്ക് വലിയ പരിഭ്രമമാണ്. അതങ്ങനെ തന്നെയാണ്, എനിക്ക് പരിഭ്രമം തന്നെയാണ്. ഈ സദനത്തിൻ്റെ വിവരണം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കുകയല്ലേ ഉചിതമെന്നും ഓർത്ത് പോവുകയാണ്. ദൈവികമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നിടത്ത് വിശുദ്ധരെല്ലാം അനുഭവിക്കുന്ന ഞെരുക്കം നേരത്തെ കണ്ടിട്ടുണ്ട്. അവാച്യമാണ്. കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, ഹൃദയം അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പൗലോസ് പങ്കുവെക്കുന്ന കാര്യം അവാച്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഇനി വിവരിക്കാൻ പോകാതെ ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതിയോ എന്നൊരു ചിന്ത തന്നെ അമദ്രസയ്ക്ക് വരികയാണ്. എൻ്റെ അറിവ് അനുഭവത്തിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുള്ളതാണെന്ന് അനുവാചകർ അനുമാനിക്കുമെന്ന് വിചാരം എന്നെ അത്യധികം ലജ്ജാകുലയാക്കുന്നുണ്ട്. ഇവിടെ മദ്രസ്യ അനുഭവത്തിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈശോയുടെ ഇസബൽ നവസന്യാസിനെ കുറിച്ചതായ പദ്യം, ദാഹ ആധിക്യത്തെക്കുറിച്ചുള്ള ആ ദാഹഗീതം, ദൈവത്തിന് ഒന്നാകാനുള്ള ആഗ്രഹം, അതേപ്പറ്റി അത് കേട്ടതേ ആനന്ദ മൂർച്ചയുണ്ടായി, ഹർഷോന്മാദമുണ്ടായി മണിക്കൂറുകൾ കടന്നുപോയ അമ്മ തെരേസയ്ക്ക് അനുഭവമില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നമുക്ക് ഉറപ്പാണ്. എങ്കിൽ പോലും ചില കാര്യങ്ങൾ അമ്മ തെരേസ പങ്കുവെക്കുമ്പോൾ മറ്റു സഹോദരിമാരെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പങ്കുവെച്ചിട്ടുമുണ്ട്. ഇനി ഇവിടെ അമ്മ തെരേസ പറയുകയാണ്, ഞാൻ പറയുന്നതെല്ലാം എൻ്റെ അനുഭവം തന്നെ പങ്കുവെക്കുകയാണെന്ന് ആൾക്കാർ എന്നെപ്പറ്റി ചിന്തിക്കുമോ എന്ന് ഓർക്കുമ്പോൾ എനിക്കൊരു ലജ്ജ തന്നെ വരികയാണ്. എൻ്റെ യഥാർത്ഥ സ്ഥിതി എനിക്കറിയാവുന്നതിനാൽ ആ വിചാരം ഭീകരം തന്നെയാണ്. എൻ്റെ യഥാർത്ഥ സ്ഥിതി അമദ്രസ്യ ആവർത്തി തന്നെ പറ്റി തന്നെ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തൻ്റെ പഴയകാല ജീവിതത്തിലെ ഇടക്കാലത്ത് കൗമാരപ്രായത്തിൽ യുവത്വത്തിൻ്റെ ആരംഭത്തിൽ പിന്നെ പഠിത്തി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ 10 വർഷങ്ങൾ ഒത്തിരി വലിയ ആത്മീയ കത്തറൊന്നും ഇല്ലാതെ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അമദ്രസ്യക്ക് വലിയ സങ്കടമുണ്ട്. അത് കഴിഞ്ഞ് നവീകരണ തീഷ്ണതയുമായിട്ട് ഇറങ്ങുന്നത്. അപ്പം അതിനു മുമ്പുള്ള ആ കാലഘട്ടത്തിൽ അമദ്രസ്യ ദൈവത്തെ അവഗണിച്ചും അന്വേഷിക്കാതെ അനുഭവിക്കാതെ നടന്നതിനെ കുറിച്ചുള്ള ആ ഒരു ദുഃഖം, പശ്ചാത്താപം, അതാണ് അമദ്രസ്യ പറയുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ യഥാർത്ഥ സ്ഥിതി എനിക്കറിയാം എന്ന് പറയുമ്പോൾ അമദ്രസ്യ തൻ്റെ ഇല്ലായ്മ, തൻ്റെ അയോഗ്യതയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഭീകരമായ വിചാരമാണ്. ഈ പങ്കുവെക്കുന്ന എല്ലാം തൻ്റെ തന്നെ അനുഭവങ്ങളാണെന്ന് ആൾക്കാർ വിചാരിച്ചേക്കും എന്നുള്ളത് സഹിക്കാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ഇതെല്ലാം പ്രലോഭനവും ദൗർബല്യവുമാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾ അനുമാനിക്കുന്ന എന്തുമാകട്ടെ, ഇനി അങ്ങനെയോ ഇങ്ങനെയോ എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കട്ടെ, ദൈവം അല്പം കൂടി സ്തുതിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്താൽ പിന്നെ ലോകം മുഴുവനും എന്നെ അധിക്ഷേപിച്ചാലും തരക്കേടില്ല. നിങ്ങളല്ല എല്ലാവരും എന്നെ അധിക്ഷേപിച്ചാൽ കുഴപ്പമില്ല. ദൈവം അത്രയും കൂടെ അറിയപ്പെടുമല്ലോ. ദൈവത്തെ യഥാർത്ഥത്തോടെ അന്വേഷിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ ഉപകാരപ്പെടുമല്ലോ. അവിടെ ഞാനത് എഴുതുകയാണ്. അതിനു മുമ്പ് ഒരു പക്ഷേ ഞാൻ മരിച്ചു പോകുന്നെങ്കിൽ അത്രയും നന്ന്. അവസാനമില്ലാതെ എന്നെന്ന് ജീവിക്കുന്ന അവിടുന്ന് സ്തുതിക്കപ്പെടട്ടെ, ആമേൻ. അങ്ങനെ ഏഴസദനത്തിൻ്റെ വിവരത്തിലേക്ക് കടക്കുമ്പോഴുള്ള അമദ്രസ്യയുടെ ചില ചിന്തകൾ, ഉള്ളിലെ സംഘർഷങ്ങൾ, ഒരു വശത്ത് പറ്റുകയറുന്നുള്ള ചിന്ത, താൻ പ്രാപ്തയല്ല, അയോഗ്യമാണ് ചിന്ത, മറുവശത്ത് തന്നെപ്പറ്റി ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത ഇടയ്ക്ക് കയറി വരുന്നു. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് അമദ്രസ്യ ഞാൻ എഴുതും, ദൈവത്തെ ആൾക്കാർ അറിയാൻ, സൃഷ്ടികളോട് ദൈവം എങ്ങനെ ഇടപെടുന്നു, ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു എന്ന് ആൾക്കാർ അറിയണം. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കേണ്ട വരണം. നമ്മൾ തടസ്സം നിൽക്കുന്ന അവസ്ഥ ഇനി ഒരിക്കലും ഒരു വ്യക്തി ദൈവത്തിന് ഉണ്ടാവരുത്. ആ ഉദ്ദേശം വെച്ചുകൊണ്ട് ഞാൻ തുടരുകയാണ്. നമ്മുടെ അമദ്രസ്യ അടുത്ത കണ്ണിലേക്ക് കടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.